ഇതൊന്ന് കല്യാണി പറഞ്ഞത്. ഏത് ഈ അടുത്തുള്ളത്? ഈ അടുത്തുള്ളത്. എത്ര വയസ്സുണ്ടായിന്? ഇതിന് 16 വയസ്സ് ഉണ്ട്. ഇതൊരു 6 വയസ്സോണ്ടാവും. ഞാനിന്നേ ഒരു കിട്ടിലെ ലോഫ്റ്റ് കാണാൻ വേണ്ടി വന്നാണ്. ഒരു 20-25 വർഷത്തോളമായി ആള് പ്രാവൊക്കെ വെച്ചിട്ട്. അപ്പോ സ്ഥലം പാലക്കാട് കണ്ണാടി എന്ന് പറഞ്ഞ സ്ഥലത്താണ്. ലോഫ്റ്റിന്റെ ഉടമയുടെ പേര് രാജീവ് എന്നാണ്. നമ്മളെ ഗ്രൂപ്പിലൊക്കെ ഉള്ളതാണ്. പാലക്കാട് ഗ്രൂപ്പിലൊക്കെ നല്ല തിളങ്ങി നിൽക്കുന്ന ഒരു അടിപൊളി പ്രാവിന്റെ ഒരു ആളാണ്. ആളിന് ലോഫ്റ്റിന്റെ വിശേഷങ്ങളൊക്കെ നമുക്ക് കാണാം. ഇതാണ് ആള് രാജീവ്. ഏതൊരു പ്രാവിനെ ഇങ്ങനെ കയ്യിൽ പിടിച്ച് നിൽക്കുന്നുണ്ട്. ഏതാ പ്രാവ്, ഏതൊക്കെ ലൈൻ ഉണ്ടെന്നൊക്കെ ചോദിച്ച് മനസ്സിലാക്കാൻ ആളടുത്ത്. അതിന് മുന്നേ ഈ ലോഫ്റ്റിന്റെ ഏകദേശം ഒരു ലൊക്കേഷനൊക്കെ കാണിച്ചു തരാം. അപ്പോ ഇങ്ങനെയൊക്കെയാണ് ആളുടെ ഒരു പഴയൊരു സംഭവമാണ്. ചെറിയൊരു ഷീറ്റ് ഇങ്ങനെ മറച്ചിട്ടൊന്നുമില്ല, ഇതേപോലെ വെച്ചിട്ടുണ്ട് ലോങ് ആയിട്ട്. ചെറിയ കൂട്, പഴയ ലെവലിലുള്ള കൂടാണ്. ആ കൂട് കണ്ടാൽ തന്നെ അറിയാം ഏകദേശം മൂപ്പരുടെ ഒരു ഇത്. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് നല്ല വലിയൊരു ഹവായി കൂട്. ഒരു പ്രാവിനൊന്നും ഇട്ടിട്ടില്ല. അപ്പൊ നമുക്ക് കാണാം ഈ മെയിൻ റോഡിന്റെ ഇങ്ങനെ വരുന്നത് കൂടൊക്കെ. പക്ഷെ എനിക്ക് തോന്നുന്നു ഈ കുഞ്ഞുങ്ങളൊക്കെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ സമയത്ത് ഇവിടെ നിന്നൊക്കെ ഷെഡ് ഓപ്പൺ ആയതുകൊണ്ട് ചെറിയൊരു മിസ്റ്റേക്ക് ഉണ്ട്. എന്നാലും നമുക്ക് നോക്കാം. ആളവിടെ ഉണ്ട്, ചോദിക്കാം. കുറെ ആയിട്ട് വിചാരിക്കുന്നു രാജോട്ടെ അവിടെ ലോഫ്റ്റ് കാണാൻ വേണ്ടി വരണം എന്നൊക്കെ. അപ്പോൾ ഇന്നാണ് പറ്റിയത്. നിങ്ങളെ വർക്കും കാര്യങ്ങളും നൈറ്റ് ഡ്യൂട്ടി ആക്കാന്ന് പറഞ്ഞിട്ടാണ് കുറച്ച് ലേറ്റ് ആയത്. ഇന്ന് ഞായറാഴ്ച ലീവ് ആണല്ലേ? ലീവ് ആക്കിയതാണ്. നമുക്ക് ഇന്റർവ്യൂ വരാൻ വേണ്ടി ലീവ് ആക്കിയായിരിക്കും. അതാ വേറെ എന്തെങ്കിലും കാര്യം? രണ്ട് കാര്യങ്ങളാണ്. അപ്പൊ ഇവിടെ ഏതൊക്കെ ലൈനും പ്രാവുകളൊക്കെയാണ് വെച്ചിരിക്കുന്നത്? കല്യാൺ ലൈനേജും ഉണ്ട്, അല്ലാത്ത വെളിയത്തെ പ്രാവുകളും ഉണ്ട്. ഇപ്പൊ ഉണ്ട് കല്യാണം വലുതായിട്ടില്ല, 1-2 പ്രാവുണ്ടാവും ഉണ്ട്. ബാക്കിയെല്ലാം വെളിയതല്ലേ. അത് ശരി. പ്രാവ് വെച്ചിട്ട് എത്ര ആലായി? 15 മേലെയായിരുന്നു. പറപ്പിക്കണൊക്കെ എല്ലാം ഇവിടെ തന്നെ ഈ ലോഫ്റ്റിൽ തന്നെ പറപ്പിക്കുന്നത്. ഈ സീസണിൽ പ്രാവ് വിടണം? വിടലും കാര്യങ്ങളൊന്നുമില്ല. എന്ത് പറ്റി? ഷെഡ് മാറ്റുന്ന കാര്യങ്ങളാണ്. ഈ ഷെഡ് ഇവിടുന്ന് മാറ്റാം. ശരി. ഈ സീസണിൽ പ്രാവിനെ പറപ്പിക്കുന്നില്ല എന്നാണ് പറയുന്നത്. പിന്നെ നമ്മുടെ ഈ ലൊക്കേഷൻ എവിടെ രാജോട്ടെ വരുന്നത്? കറക്റ്റ് കണ്ണാടി കാവുവട്ടം എന്നാ പറയും. കൊട്ടൂരിനെ പോകുന്നതിന് കുറച്ച് ഇപ്പുറത്തായിട്ട്. പാലക്കാട് ടൗണിൽ നിന്ന് വരികയാണെങ്കിലും കൊച്ചുകുളം ഭഗവതിയിൽ വരും. ഭഗവതി അമ്പലമാണ്. അമ്പലം വന്നു കഴിഞ്ഞാൽ തന്നെ ഇവിടെ ആര് ചോദിച്ചാലും അച്ഛന്റെ പേര് ചോദിച്ചു കഴിഞ്ഞാൽ. അച്ഛന്റെ പേരെന്താ? രമേഷ് ബാബു ഉണ്ട്. രമേഷ് ബാബു. പ്രാവളൊക്കെ എവിടെ കൊണ്ടുവന്നിരിക്കുന്നത്? 25 വർഷമൊക്കെ നാറൂലിനുണ്ട്. നാറൂലും തിരുവനന്തപുരം പല ഭാഗത്തുനിന്നായിട്ട്. പാലക്കാട് പ്രാവുകൾ കല്യാണി പ്രാവ് മാത്രമേ ഉള്ളൂ? അതാ കല്യാണി അല്ല, പാലക്കാട് അല്ലാത്ത പ്രാവുണ്ട്. അപ്പോൾ എനിക്ക് ആദ്യം കാണേണ്ടത് എന്താണ്, ഇപ്പൊ ഈ തിരുവനന്തപുരത്താണെങ്കിലും നാഗർകോവിലാണെങ്കിലും ഈ കല്യാണി പ്രാവ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കര ഒരു ഫേമസ് ആണ്. അപ്പോ അതവിടെ നിൽക്കട്ടെ. പിന്നെ നിങ്ങൾ നാഗർകോവിൽ, നമ്മൾ പാലക്കാടാണല്ലോ, അപ്പൊ നാഗർകോവിൽ പ്രാവുകളെ ആദ്യം കാണാം. അത് അതിന്റെ കുഞ്ഞുങ്ങളും കൊറേ പ്രാവുകൾ കുറച്ച് പ്രാവ് അവർക്ക് തന്നെ കൊടുത്തു. നമുക്ക് പ്രാവുകളെ കാണാം. ഓക്കെ, അപ്പൊ നമുക്ക് രാജീവേട്ടന്റെ പ്രാവുകളെ കാണാം. 2-3 ഐറ്റം പ്രാവുകളൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു. അധികം പ്രാവൊന്നുമില്ല, കുറച്ച് പ്രാവുള്ളൂ ഉള്ള. ഞങ്ങൾ ജസ്റ്റ് ഒന്ന് നോക്കിയപ്പോൾ നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആക്കിയിട്ട് പ്രാവുകളെ സെറ്റ് ചെയ്തിട്ടുണ്ട്. നല്ല പ്രാവുകളാണ്. ജസ്റ്റ് ഒന്ന് കണ്ടിട്ടുണ്ട്. അപ്പൊ മൂപ്പരുടെ അടുത്ത് ചോദിച്ചാലേ കറക്റ്റായിട്ട് പ്രാവുകളുടെ ഹിസ്റ്ററി അറിയുള്ളൂ. ഒരു ബ്രീഡിംഗ് കേജ് ആണ്, അതില് പ്രാവ് കാണാം. ഇതേതാ കണ്ണില്ലല്ലേ ഈ പ്രാവിന്? ഒറ്റക്കണ്ണാണോ? ഇത് ബൂതിയല്ലേ പ്രാവ്? എത്ര വയസ്സുണ്ട് ഈ പ്രാവിന്? ദാമര 6 വയസ്സോളം. എന്താ പറഞ്ഞു നിങ്ങൾ? ദാമര, തിരുവനന്തപുരം നാറൂലൊക്കെ ദാമര പറയുന്നത്. ഇതിന്റെ കണ്ണ് നോക്കട്ടെ. ഇത് എന്ത് പറ്റിയതാ? ഇതല്ല, മരുന്ന് കൊടുത്തതിൽ പോയിരിക്കും കണ്ണ് വന്നിട്ട്. ഞാൻ കൊണ്ടുവരുമ്പോ കാണിക്കോ? കണ്ണിന്റെ ആ ഭാഗം ഇപ്പുറത്തുനിന്ന് കാണിക്കോ? ഒറ്റ കണ്ണോളൂ ഈ പ്രാവ്. ഒറ്റ കണ്ണായിട്ടാണ്. ഇത് കാണില്ല അല്ലെ ഈ പ്രാവ്? കണ്ണ് പോയത്. ഇതിന് എത്ര വയസ്സുണ്ട് ഈ പ്രാവിന്? 6 വയസ്സുണ്ടോ? 6 വയസ്സാണോ? ചെറിയ. പിന്നെ ഏതാ? സബ്ജ. ഇതും സെൽവരാജിന്റെ. സെൽവരാജ് മറ്റേ നാഗർകോവിൽ. സെൽവരാജിന്റെ ക്രോസ് ഇതാണ്. നല്ല സബ്ജ. ഇതിലൊക്കെ ഫീമെയിൽ ഒക്കെ ഉണ്ടല്ലോ ഇവിടെ? ഫീമെയിൽ ഓൾറെഡി ജോഡി വന്നോണ്ടിരിക്കുന്നുണ്ട്. സെറ്റിംഗ് ആക്കിയ വേറെ, അതല്ലാണ്ട് വന്നോണ്ടിരിക്കുന്ന വേറെ. ശരി. ഇനി ഏതാ? എനിക്ക് പിടിക്കണം, കൂട്ടിൽ കാണിച്ചു തന്നാലും മതി. ഇത് നാറൂല, റിംഗ് ഓടി ഉണ്ട്. അരുൺ നാറൂല് 25-47 പറഞ്ഞു. ഇതല്ല, ഇതിന്റെ പറപ്പിച്ചാളുടെ 25-47 പറഞ്ഞാളുടെ പ്രാവം. നല്ല ലൈനേജിലുള്ള അല്ലേ? ജോഡി ഇതിലൊരു പ്രാവ് ഉണ്ടല്ലോ, ഇതെല്ലാം സിംഗിൾസാ. ഇതേതാ പ്രാവ് രാജ? ഇത് പ്രൊഫസറിനെ പറഞ്ഞത്.
കോയമ്പത്തൂർ പ്രാവ്. കോയമ്പത്തൂർ പ്രാവ്, തമിഴ്നാട് പ്രാവ്. ഓഹോ. അത് നാറോൽ, നമ്മൾ കൂട്ടുകാരന്റെ പ്രാവാണ്. നാറോൽ പ്രാവ് നമ്മൾ കൂട്ടുകാരന്റെ മെയിലാണല്ലേ? മെയില്. ഇതോ? ഈ അതും കോഴിക്കോട് പ്രാവ്. ഇത് മെയില്. ഇങ്ങനെ ഒരു പെയർ വരുന്നതോ? ഇത് പേര് ചുമ്മാ സെറ്റ് ചെയ്ത പേരാണ്. എങ്ങനെ കേട്ടില്ല? ചുമ്മാ സെറ്റ് ചെയ്തിട്ടുള്ള സെറ്റിംഗ്സ് അല്ല, സെറ്റിംഗ്സ് ചുമ്മാ ഇട്ട് വെച്ചിരിക്കുന്നത്. ശരി. ഇതേതാണ്? ഇതാണ് കല്യാണി. കല്യാണി ഒറിജിനൽ അല്ല, ക്രോസ് ആയിട്ടുള്ള പ്രാവാണ്. കല്യാണി ഒരു 16 വയസ്സ് മേലെ പോയി. കാര്യമുണ്ട് അതിന്? കരുവല്ലാണ്, യാതൊന്നും ഒരു കംപ്ലൈന്റും ഇല്ല. കല്യാണി ക്രോസ് അല്ലേ? ഇത് എവിടെ നിന്നുണ്ടെന്നാണ്? ഇത് പാലക്കാട് തന്നെയാണ്. ശരി. കുറച്ച് കുഞ്ഞുങ്ങളല്ലേ? ഇതൊക്കെ ഇതിന്റെയൊക്കെ ജോഡിയുടെ കുഞ്ഞുങ്ങളെ തന്നെ? ഇതെല്ലാം ഇവിടുത്തെ കൂട്ടുകുഞ്ഞുങ്ങൾ. ഇത് കല്യാണി ക്രോസ് ആണ്. കല്യാണി ക്രോസ് പ്രാവാണ്. ക്രോസ് അല്ലേ? ആണ്. ഇതോ? ഇത് നാറോൽ പ്രാവിന്റെ കുഞ്ഞുങ്ങളാണ്. ഇത് എത്ര വയസ്സുണ്ട്? ഇത് പറപ്പിച്ചോടെ? ഇത് 8 കല്യാണി പറപ്പിച്ചിട്ടില്ല, വെട്ടി വെച്ചിരിക്കും ബ്രീഡിങ്. ഈ കൂടം തുറന്നു വെച്ചോ. ഇതേതാ പ്രാവ്? ഇതിന്റെ ലൈനേജ് അമ്മ മാത്രമേ ഉള്ളൂ വന്നിട്ട്. ഇതേതാ ലൈനേജ്? അച്ഛൻ രതീഷന്റെ മൊഴിപുലം പാലക്കാട് പ്രാവ്. പാലക്കാട് പ്രാവാണ്. ഇതും പാലക്കാട് പ്രാവ്. ഇവളാണ് പാലക്കാട് പ്രാവാണ്. ഗംഭീര പ്രാവാല. ഇതേതാ? കാട്ടു വന്നിട്ട് ഇതിന്റെ അനിയന. ഈ പ്രാവിന്റെ ഇതിന്റെ അനിയനാണ് അത്. ഇങ്ങനെ ഇത് ചുറ്റിച്ചവിടെ ഒന്നും ചെയ്തില്ല, ലൈനേജിന് വേണ്ടി ഒക്കെ വെട്ടിയിരിക്കുക. ഇതോ? അത് സബ്ജാന്റെ മകനാണ്. നമ്മൾ നേരത്തെ കണ്ടല്ലേ? ശരി. ഇതിനൊന്ന് മെയില് കുഞ്ഞ്, ഫീമെയിൽ അതിലുണ്ട്. സെൽവരാജ് ക്രോസ് ആണ് വന്നിട്ട്. ഇതിലെ ഈ മെയിൽ വന്നിട്ട് സെൽവരാജ് അണ്ണന്റെയും ഇല്ല, ഓട്ടിയിട്ടില്ല, ഒരു ബ്രീഡിങ്ങിന് ഓട്ടി വെച്ചത്. ശരി. ഇതേ സാധനം? ഇത് നാറോലാണ്. കറ്റാറിൽ ഒരു 15+ പറന്ന പ്രാവണം. എന്താ സാധനം? ഇവിടെ പറഞ്ഞിട്ടുണ്ടോ? ഞാൻ പറപ്പിച്ചിട്ടില്ല. അവിടെ കുഞ്ഞുങ്ങൾ പറപ്പിച്ചിട്ടുണ്ട്. സാധനം എനിക്ക് ഇപ്പൊ ടൈമിങ് ആക്കാൻ പറ്റിയ അപ്പൊ ഞാൻ നമ്മുടെ സാധനം എടുത്തു. ശരി. ഇതേതാ പ്രാവ്? അത് നമ്മുടെ വേറൊരു ആണ്ടിയും കൂട്ടുകുഞ്ഞ് വന്നിട്ട്. കൂട്ടുകുഞ്ഞ്. ഇങ്ങനെ താഴത്ത് വന്നിട്ട് ഇത് ഇംബൈക്കന്റെ ശേഷം വരും. നമ്മുടെ സദാം കാവിന്റെ ജോഡി വാങ്ങിക്കൊടുത്ത അവര് ഗിഫ്റ്റ് ചെയ്ത പ്രാവ്. ഗിഫ്റ്റ് വന്നല്ലേ? ഗിഫ്റ്റ് ചെയ്യുന്ന പ്രാവ്. ഇതിന് ഫുൾ ചെറുകാലേ? പറപ്പിക്കാൻ വേണ്ടി വെച്ചതാ വന്നിട്ട്. ഇത് ഇംബൈക്കന്റെ ലൈനേജ്. അത് വേൾഡ് റെക്കോർഡ് കഴിഞ്ഞ 2024 പറഞ്ഞത്. 24 പറഞ്ഞ ഇബ്രാഹിം കാല ലൈനിലുള്ള പ്രാവാണ്. അവരുടെ പ്രാവനല്ലേ? പിന്നെ ഈ ആണോ? ഇത് വേറെ, ഇത് നമ്മുടെ കൂട്ടുകാരന്റെ പ്രാവാണ്. റിങ്ങും കാര്യങ്ങളെല്ലാം ഉണ്ട്. റിങ് എല്ലാം ഉള്ളതാണ്. നല്ല കളക്ഷന്. ഇത് പിന്നെ കുഞ്ഞുങ്ങളല്ലേ? അത് 2 കുഞ്ഞാ വന്നിട്ട്. ഇവിടെ ജോഡിയില്ലേ ഇതിന്റെ? അത് കൂട്ടുകുഞ്ഞ്, ജോഡി എല്ലാം ഉണ്ട്. താഴത്തെ തന്നെ ജോഡി. ഇതിന്റെ ഈ ജോഡിന്റെ കുഞ്ഞാണ് അത്. ഒന്ന് മറ്റേ ചാരക്കത്തങ്ങ സബ്ജന്റെ കുഞ്ഞ്. ഇത് എവിടുത്തെ പ്രാവാ? ഇത് 2 പാലക്കാട് പ്രാവാ. അത് കല്യാണി കുഞ്ഞ് അങ്ങനെ പറക്കണ്ടാ? നല്ല പറവുണ്ട്, കുഴപ്പമില്ല. ഇത് കല്യാണി ക്രോസാ? അല്ലല്ല, ഞാൻ വാങ്ങിയിട്ട് വന്ന പ്രാവാ. ഫീമെയിൽ ക്രോസ് ആണ്. ഫീമെയിൽ മെയില് എന്താന്നുള്ള അറിയില്ല. മെയില് പറന്ന പ്രാവാണ്. കുഞ്ഞുങ്ങൾ പറക്കണ്ട? എങ്ങനെ പറന്നുണ്ട്? കുഞ്ഞുങ്ങൾ പറന്നുണ്ട്. അവിടെ കിട്ടിയ പ്രാവ് വന്നിട്ട് ഉണർന്ന് തപ്പി കിട്ടിയില്ല. ശരി. പറക്കണ്ടതില്ല? ഇല്ല, പാവം ചെയ്തില്ല, ചെയ്തില്ല. ഇതോ? ഇത് ഞാൻ കൂട്ടുകാരനെ വാങ്ങിയ പ്രാവ്. എന്റെ പ്രാവല്ല, കൂട്ടുകാരന്റെ. ഇവിടുത്തെ പാലക്കാട് തന്നെ? പാലക്കാട് തന്നെ, തമിഴ്നാട് പ്രാവാണ്. ഓക്കെ. ഇനി ഇതിനൊക്കെ ഫീമെയിലുകളില്ല? അത് എവിടെയാണ്? എല്ലാം അതിനുണ്ട്. ഇതിനകത്ത് ഫീമെയിൽ ഇതൊന്ന് കാണിച്ചു തരും. ടോട്ടലി ഫീമെയിൽ ആയിട്ടാണ്. ഇവിടെ ഒരു കൂടുണ്ട്. ഇതിൽ തന്നെ പ്രാവ് കാണിച്ചു തരും. അത് കംപ്ലീറ്റ് ലാസ്റ്റ് ഫീമെയിലിനെ കാണിച്ചു തന്നാൽ മതി. അല്ല, ലാസ്റ്റ് ഫീമെയിലിനെ കാണിച്ചു തന്നാൽ മതി. പിരിച്ചിട്ടാണ് ഇപ്പൊ നമ്മള്. ഇത് മെയിൻ, അതും അതേ തന്നെയാണ്. ഇതേതാ പ്രാവ്? എംബായിക്കന്റെ ലൈനിലെ. അത് വന്നിട്ട് കാല് ലൈന് അറിയില്ല, പക്ഷെ കാല് ചെറിയ ട്രബിൾ ആയിട്ട് അങ്ങനെ വെച്ചു. മെഡിസിൻ യൂസ് ചെയ്യാൻ ക്ലിയർ ആയില്ല. ഈ കരികണോ? ഇത് ഉണ്ണികൃഷ്ണൻ, ഉണ്ണി കഞ്ചിക്കോട് കിട്ടുന്ന സാധനമല്ലോ. ഇതാണ് ആണാണ്, മെയിലാണ്. ഓട്ടിയാണ്? ഇല്ല, അവരവിടെ 8 മണിക്കൂർ ഓട്ടിയിട്ടുള്ളൂ. ബാക്കി അങ്ങനെ ചെറിയ പ്രാവ് അല്ലേ? അല്ല, കുറച്ച് പ്രായമുണ്ടോ, ഒരു 2 വയസ്സ്. ശരി. നല്ല പ്രാവ്. ഇത് വന്നിട്ട് തിരുവരുത്ത പ്രാവ്, നമ്മുടെ കൂട്ടുകാരന്റെ പ്രാവ്. ഇതിന്റെ കണ്ണും കളറും റോസ് കണ്ണാണ്. നല്ല ഡബിൾ ബോഡി പറഞ്ഞ പ്രാവ്. ഡബിൾ ബോഡി പ്രാവ്. ഒരു 10-14 മണിക്കൂർ മേലെ ഒരു ഓട്ടിയുണ്ടോ? ഇങ്ങനെ വരുമ്പോഴോ? ഇത് ലൈനേജ് അല്ല, പാലക്കാട് ലൈനേജ് പ്രാവാണ്. പ്രാവല്ലേ? പാലക്കാടിലെ ചെറിയൊരു കഴുത്ത് വെട്ടുള്ള പ്രാവല്ലേ? കുഞ്ഞെ കെട്ടണ്ട ഇതിന്റെ? ഇത് കുഞ്ഞ് എടുത്തിട്ടില്ല, കൊണ്ടുവന്നിട്ടുള്ളൂ. ഇതിന്റെ അല്ലേ? ഇതും കല്യാണി റേഞ്ച് പ്രാവ്. കല്യാണി. ഇതിന് അച്ഛനില്ല, അമ്മ മാത്രമേ ഉള്ളൂ. ഇവിടെ എടുത്താ കുഞ്ഞ്? ഇവിടെ കുഞ്ഞെടുക്കും, കൂട്ടുകുഞ്ഞാ. ഇത് പിന്നെ സബ്ജ. അത് വന്നിട്ട് നമ്മുടെ കൊണ്ടുവന്ന പ്രാവാണ്. ഇതിലെ തമിഴ്നാട് പ്രാവ. തമിഴ്നാട് പ്രാവ. ഇതിലത്തെ ഇതാണ് അമ്മ. ആ പ്രാവ് ഇതിന്റെ അമ്മ.
ഫീമെയിൽ സെക്ഷനിലേക്ക് ഇങ്ങനെ ഉണ്ട് നമ്മള്. ഇത് ഏതാ പ്രാവ്? ഇത് തമിഴ്നാട് പ്രാവ്. തമിഴ്നാട്ടിലൊക്കെ ഇപ്പൊ കൊണ്ടുവന്നിട്ട് ഒരു 6 വർഷം. ബോട്ടൊക്കെ ഇറങ്ങിയില്ലേ? ഇത് പറന്ന പ്രാവാണ്. ടൂർണമെന്റില് ഒരു 3 ടൂർണമെന്റോളം 7.29, 7 മണി, 7:05 അങ്ങനെയൊക്കെ പറഞ്ഞ പ്രാവാണ്. ഇതോ? ഇത് കൊണ്ടുവന്ന പ്രാവ്, പാലക്കാട് പ്രാവ്. നല്ല സൂപ്പർ സാധനം കേട്ടോ. ഇത് പെണ്ണ? പെണ്ണ്, മൂസക്കല് പാമ്പുജായിട്ട്. രാജുവേട്ട പ്രാവ്? ഇത് മലപ്പുറത്ത് സബ്ജ, മലപ്പുറം പ്രാവ്. മലപ്പുറം ആരുടെയാണ്? മലപ്പുറം ആരുടെ എന്നുള്ള അറിയില്ല, എടുത്തിട്ട് 2 കൊല്ലം കഴിഞ്ഞു. ശരി, സെറ്റ് കൺഫേം ശരി. അപ്പൊ ഇനി ഫീമെയിലിനെയും കൂടി കാണാം. ഇതെല്ലാം ഫീമെയിൽസാ. അതൊക്കെ ഇതൊക്കെ ഫീമെയിൽ. മെയിൻ ഇവിടുത്തെ ഫീമെയിൽ. മെയിൻ എല്ലാം ഇത് കംപ്ലീറ്റ് ഫീമെയിൽസാ. ചെറുത് കുഞ്ഞുങ്ങളൊന്നുമില്ലല്ലോ, വലിയ പ്രാവളല്ലേ? അല്ല, ഒന്ന് മാത്രം കുഞ്ഞുണ്ട്, ആ പോയത്. ബാക്കിയെല്ലാം വലിയ പ്രാവ്. ഇത് കുഞ്ഞാണ്, ഫീമെയിൽ തന്നെ. ഇത് കുഞ്ഞുങ്ങൾ അത്ര കുഞ്ഞല്ല. ഇതിലെ ഗുൽദാർ ഉള്ളത് റോമർ ഗുൽദാർ. എവിടെ മേടിച്ചതാ? വാങ്ങിയതാ. വാങ്ങിയിട്ട് 2-3 വർഷമായിരുന്നു. ശരി. ഇപ്പൊ ഈ കണ്ട മെയിൽ പ്രാവിനൊക്കെ ഇടുന്ന ഫീമെയിൽസ്, പക്ഷെ ജോഡിയിൽ കാണാൻ പറ്റിയില്ല പ്രാവുകളെ. ഇവിടെ ചെറിയ കുറച്ചും കൂടി പ്രാവുണ്ട്. ഇതാണ് ഇതിൻ്റെ അടുത്ത ഫീമെയിലുകൾ. ഇതാണ് ഫീമെയിൽ. രാജുവേട്ട, ഈ പ്രാവിന്റെ ഫീൽഡിലേക്ക് വന്നിട്ട് ഏകദേശം 10-20 വർഷത്തിന്റെ മേലെ ആയിട്ടുണ്ട്. അപ്പൊ നിങ്ങൾക്ക് കുറെ അനുഭവങ്ങൾ ഉണ്ടാവുമല്ലോ. അപ്പൊ ഇപ്പോഴത്തെ അല്ല, ആ തുടക്കത്തില് വരുമ്പോ ഒരു 5 കൊല്ലം 6 കൊല്ലം അത് കഴിഞ്ഞിട്ട് വരുന്ന ഒരു എക്സ്പീരിയൻസ് ഉണ്ടല്ലോ പ്രാവുകൾ എടുത്തിട്ട്. പിന്നെ ഇപ്പൊ നമ്മളിപ്പോ വീഡിയോ ഒക്കെ എടുക്കാൻ പോകുമ്പോ ചില ലോഫ്റ്റിലൊക്കെ പോകുമ്പോഴും അല്ലാതെ നമ്മളിത് പോസ്റ്റ് ചെയ്യുന്ന സമയത്ത് നമ്മളടുത്ത് പ്രാവിനെ ചോദിക്കും കുറച്ച് ആൾക്കാര്. അപ്പൊ അങ്ങനെ ചോദിക്കുമ്പോ അവരെടുത്തിട്ട് പറ്റിക്കപ്പെട്ടു, പ്രാവുകൾ എടുത്തിട്ട് അങ്ങനെയൊക്കെ പറയുന്നുണ്ട്. അതിനെ കുറിച്ചിട്ട് നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളത്? നിങ്ങൾ പറ്റിക്കപ്പെട്ടിട്ടുണ്ടോ പ്രാവില്? നമ്മൾ ഒരുപാട് പ്രാവശ്യം പറ്റിക്കപ്പെട്ടിട്ട് കേറി വന്നതാണ്. ഇത്രയും പ്രാവുകൾ പ്രാവ് സെറ്റിംഗ് പഴയൊരു ഓർമ്മ നിങ്ങളൊന്ന് പറയോ, ഒന്ന് ഷെയർ ചെയ്യോ? ഈ പറ്റിക്കപ്പെട്ടു എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് അതിലേക്ക്? അത് പ്രാവിന്റെ ഓരോ ഇത്ര മണിക്കൂർ പറഞ്ഞ പ്രാവുകളാണ് ഇന്ന ആളുടെ പ്രാവുകളാണ് പറഞ്ഞിട്ട് വാങ്ങിയതാ വന്നിട്ട്. അതായത് നമ്മൾ പ്രാവ് വാങ്ങിക്കുന്നത് ഇന്നാളുടെ പ്രാവ് പറഞ്ഞിട്ടല്ല, അതിനോടുള്ള ഒരു ക്രേസ് കൊണ്ട് മാത്രമാണ് ഈ പ്രാവ് വാങ്ങിക്കുന്നത്. ശരിക്കും ആള് പറഞ്ഞതെന്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇപ്പൊ നമ്മൾ പ്രാവിനെ എടുക്കുകയാണെങ്കിൽ നല്ലൊരു ലോഫ്റ്റ് എന്ന് പറയുമ്പോൾ ഇപ്പൊ ഇന്നാളുടെ പ്രാവ് എന്ന് പറഞ്ഞിട്ട് മേടിക്കണം. ആ ലോഫ്റ്റിൽ പോയിട്ട് ഡയറക്റ്റ് പോയിട്ട് അവരുടെ ലൈനേജിലുള്ള പ്രാവിനെ ഡയറക്റ്റ് എടുക്കാനാണ് ഏറ്റവും നല്ലത്. കൂടിയാലും ഡയറക്റ്റ് മേടിക്കണം അല്ലെ? അതിന്റെ ബ്ലഡിലാണ് എല്ലാം. പ്രാവിന്റെ രൂപവും ഭാവത്തിലേക്ക് കണ്ടിട്ട് എടുക്കുകയാണെങ്കിൽ അത് എടുക്കാം. അത് അത്രയും എക്സ്പീരിയൻസ് വേണം. പ്രാവിലെ എക്സ്പീരിയൻസ് നിങ്ങൾക്ക് എടുക്കാൻ പറ്റും. ആണിനും പെട്ടെന്ന് എടുക്കാൻ പറ്റും. അത്യാവശ്യം നമുക്ക് കുഴപ്പമില്ലാതെ എടുക്കാൻ സാധിക്കും. അപ്പൊ ഈ ജോഡികളെ ഇപ്പോഴാണോ പിരിച്ചിട്ടത് അല്ലെ? തിരിച്ചിട്ട് കുറച്ചായിട്ടുള്ളൂ. കുഞ്ഞിപ്രാവശ്യം എല്ലാം നമ്മുടെ കൂടുതൽ ആയിട്ടുള്ളത്. നിങ്ങൾ ഇപ്രാവശ്യം വിടുന്നില്ല പറഞ്ഞല്ലോ, എന്റെ അടുത്ത് പറഞ്ഞല്ലോ. അത് എന്താണ്? ഇപ്പൊ ഷെഡ് മാറുന്നോണ്ട് ഷെഡ് ഇവിടുന്ന് മാറി. ഇപ്പൊ നാളെ സ്റ്റാർട്ടിങ് ആണ്. ജോലി എന്താ? ഞാൻ ഒരു കമ്പനിയിൽ വർക്ക് ചെയ്യുന്നത്, മെഷീൻ ഓപ്പറേറ്റർ ആയിട്ട് വിഗാർഡിന്റെ പ്രൈവറ്റില് വർക്ക് ചെയ്തോണ്ടിരിക്കുന്നു. പിന്നെ രാജുവേട്ട, ഇപ്പൊ നിങ്ങള് ചെറുപ്പത്തില് പറഞ്ഞു തരാനോ അല്ലാണ്ട് ഇപ്പൊ ആശാന്മാരെന്നൊക്കെ പറയാൻ ആരുമില്ല വന്നിട്ട്. ഒറ്റയ്ക്ക് തന്നെയാ വന്നിട്ട്. നമുക്ക് ആരും എനിക്ക് ശരി കൂട്ടുകാരനും ആശാന്മാരും ആരുമില്ല. നമ്മളെല്ലാം ഒറ്റയ്ക്ക് തന്നെയാ വന്നിട്ട്. അതായത് എടുത്ത് പൈസ പോയിട്ടും എല്ലാം ആയിട്ട് തന്നെയാ അനുഭവങ്ങൾ വന്നിട്ട്, സ്വയം അനുഭവം വന്നിട്ട്. അപ്പൊ നിങ്ങൾ അങ്ങനെ പറയുകയാണെങ്കിലേ, ഇപ്പോ വളർന്നു വരുന്ന യുവതലമുറയായിട്ടുള്ള പ്രാവിനെ വയ്ക്കുന്ന ആൾക്കാരുണ്ടല്ലോ, വലിയതും ചെറുതായിട്ടുള്ളത്, അവരുടെ അടുത്ത് നിങ്ങൾക്ക് നിങ്ങളുടെ എക്സ്പീരിയൻസ് പറഞ്ഞു കൊടുക്കണം. ഒരു ആശാന്റെ അടുത്ത് പോയി നിന്ന് പഠിച്ചിട്ട് തന്നെ വെക്കുന്നതാണ് ഏറ്റവും ഉപകാരം എല്ലാവരും. അല്ലാതെ വെച്ച് കഴിഞ്ഞാൽ ഈ വെറും പൈസ പോക്ക് മാത്രമേ ഉണ്ടാവുള്ളൂ. ശരിയാണ്. അല്ലാതെ ആ ലൈൻ ഈ ലൈൻ വാങ്ങിയിട്ട് കല്ലോ, ഒരു ആശാന്റെ അടുത്ത് നിന്ന് പഠിച്ച് എല്ലാം കഴിഞ്ഞ് അവന്റെ സമ്മതത്തോടെ അടുത്തത് വെച്ച് കഴിഞ്ഞാൽ ഏറ്റവും ഉത്തമമായിരിക്കും. ഞാൻ നിങ്ങളുടെ ലോഫ്റ്റിൽ എത്താൻ തന്നെ കാരണം എന്താണെന്നറിയോ? ഞാൻ ഗ്രൂപ്പിൽ വെച്ചിട്ടാണ് നിങ്ങളെ പരിചയപ്പെട്ടത്. എന്ത് ചോദിച്ചാലും ഇപ്പൊ പ്രാവിന്റെ പറവകളെ കുറിച്ച് പറയുകയാണെങ്കിലും നിങ്ങൾ ഫ്രീ ടൈമിൽ നിങ്ങൾ കറക്റ്റ് ആയിട്ട് അതിൻ്റെയുള്ള മറുപടി പറയും. അതുപോലെ മെഡിസിന് കാര്യങ്ങൾ പറയുകയാണെങ്കിൽ നിങ്ങൾ ക്ലിയർ ആയിട്ട് പറയുന്നുണ്ട്. എനിക്ക് നിങ്ങളുടെ ലോഫ്റ്റും നിങ്ങൾ ഡയറക്റ്റ് വന്നിട്ട് കാണണം എന്നൊക്കെ വലിയ ആഗ്രഹം ഉണ്ടായിരുന്നു. അത് ഇന്നാണ് സാധിച്ചത്. ഇവിടെ ഏറ്റവും കൂടുതൽ ക്രോസിംഗ് ആണ്. ലൈൻ ആക്കിയിട്ട് നോക്കുന്നില്ല. ലൈൻ തന്നെ രണ്ട് ലൈനേജ് ക്രോസ് ചെയ്തിട്ട് അങ്ങനെ ലൈൻ ആക്കി നല്ല റിസൾട്ട് ഉണ്ട്. അപ്പോൾ റിസൾട്ട് ഉള്ള പ്രാവളം. ഓക്കെ. അധികം ലോങ് ഒന്നും ഇല്ലാതെ പെട്ടെന്ന് അവസാനിപ്പിച്ച ഒരു വീഡിയോ ആയിരുന്നു രാജീവ് കണ്ണാടിയുടെ. ഇനിയും കുറച്ച് പ്രാവുകൾ കൂടി ഇവിടെ വരാനുണ്ട്. തിരുവനന്തപുരം, നാഗർകോവിൽ എന്നിവിടങ്ങളിൽ നിന്നാണ് പ്രാവുകൾ വരാനുള്ളത്. അപ്പോ എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. കുറച്ച് പ്രാവുകൾ ഇവിടെ ഉള്ളൂവെങ്കിലും പക്ഷെ എല്ലാം നല്ല പ്രാവുകളാണ്. ഇവിടെ വന്നിട്ട് ഒരു ചെറിയൊരു മിസ്സിംഗ് ആയിട്ട് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇവിടുത്തെ ജോഡിയിൽ എടുക്കുന്ന പ്രാവുകളെ കണ്ടത് എല്ലാം സിംഗിൾ ആയിട്ടാണ് കണ്ടത്.
എന്നിരുന്നാലും പ്രാവുകളെല്ലാം നല്ല ഗംഭീര പ്രാവുകൾ. അപ്പൊ നമുക്ക് മറ്റൊരു ലോഫ്റ്റിന്റെ വിശേഷങ്ങളുമായി വീണ്ടും കാണാം. അതുവരയ്ക്കും ബൈ.